ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ ചെറിയൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റവ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് റവ എടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റവയൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 2 ചെറിയ പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ ചേർത്താൽ നല്ലതാട്ടോ. തേങ്ങ ഇതിലിടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ സമയത്ത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് റവയ്ക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുമല്ലോ, അതുകൊണ്ട് ചെയ്തതാണ്. അതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് കുറേശ്ശെ തന്നെ ഇട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതിലേക്ക് നല്ലോണം തന്നെ ഒന്നത് വാട്ടിയെടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം കണക്കാക്കി ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അല്പം ചൂടാറി വരട്ടെ. അത്യാവശ്യം ചെറിയ ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാം കുഴച്ചിട്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വലിപ്പം നമ്മൾ അതിനനുസരിച്ച് എടുക്കാം. അതിന് അത്യാവശ്യം ഒരു ചെറിയൊരു ലെമൺ സൈസിലുള്ള ബോളാക്കിയിട്ടുണ്ട്. ഇനി അതിലും വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്കിത് 10 മിനിറ്റ് ഒന്ന് സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി കൊള്ളിക്കാം. ഇനി നമുക്കിത് കുറച്ചുകൂടെ രുചിയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് താളിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് നല്ല കേട്ടോ. വെളിച്ചെണ്ണ ഇട്ട് ഒരു അല്പം കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് കുറച്ച് ഉണക്കമുളകും കൂടെ നല്ലതാണ് കറിവേപ്പിലേക്ക്. എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് ഒരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ കഴിക്കുമ്പോൾ. ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ ഈ റവ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതിയാവും. അത് ഓൾറെഡി വെന്തതല്ലേ ഇതെല്ലാം. നമുക്ക് ഇതിലേക്ക് ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സംഭവം റെഡി. വേണമെങ്കിൽ ഒരല്പം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ സംഭവം കിടുമായിരിക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇനി നമുക്ക് തേങ്ങ ചട്നി കൂട്ടിയിട്ടോ കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ചട്നി തയ്യാറാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പായാലും പിന്നെ നന്നായിട്ടൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.